ഹായ് ഫ്രണ്ട്സ്, ടേസ്റ്റ് ഐഡിയാസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വെറും 2 ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു പുഡിങ്ങാണ് കാണിക്കാൻ പോകുന്നത്. സ്നോ പുഡിങ്. ഇത് ആക്ച്വലി ഒരു പോർച്ചുഗീസ് ഡെസേർട്ടാണ്. മൊളോട്ടോവ് എന്നാണ് ഇതിൻ്റെ പേര്. സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ടേസ്റ്റ് ഐഡിയാസിൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ കുക്കിങ്ങും DIYയും ഗാർഡനിങ്ങും ഒക്കെ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ കുഞ്ഞ് ബെല്ലൈക്കണൊന്നും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോഴേ ഞാൻ ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1/4 കപ്പ് പഞ്ചസാരയിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിക്കുവാണ്. അതിനുശേഷം ഇതിനെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കാരമലൈസ് ചെയ്തെടുക്കാം. ഇത് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് എടുത്തിട്ടൊന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ഷുഗർ നല്ല കാരമലൈസ്ഡ് ആയിട്ടുണ്ട്, നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചൂടോട് കൂടി തന്നെ നമ്മുടെ പുഡിംഗ് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഒഴിക്കുക. ഞാൻ ഇതുപോലൊരു ചെറിയ പാത്രമാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ പുഡിംഗ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അതിലോട്ട് ഈ ചൂടോടുകൂടി നമ്മുടെ ഷുഗർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് തണുത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ കാരമലൈസായ ഷുഗർ സെറ്റായി പോവും. അതുകൊണ്ട് ആ ചൂടോടുകൂടി ഒഴിച്ചതിന് ശേഷം ഈ പാത്രത്തിൽ ഫുള്ളൊന്ന് ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ ഈ പാത്രത്തിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തു. ഇനി നമുക്കിതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ബാക്കി മിക്സ് റെഡിയാക്കാം. ഇവിടെ ഞാനിപ്പോൾ 2 മുട്ടയുടെ വെള്ളയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് മുട്ടയുടെ മഞ്ഞ ആവശ്യമില്ല. അതിനുശേഷം ഇതുപോലെ ഹാൻഡ് വിസ്ക് വെച്ചിട്ട് ഞാനിതിങ്ങനെ ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ബീറ്റർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഹാൻഡ് വിസ്ക് മതി. പക്ഷെ നമ്മൾ ബീറ്റർ വെച്ച് ചെയ്യുന്നതിൻ്റെ ആ ഒരു അത്ര ഒരു ക്രീമി എഫക്റ്റ് ഹാൻഡ് വിസ്ക് വെച്ച് ചെയ്യുമ്പോൾ കിട്ടില്ല. എന്നാലും നമ്മുടെ വീട്ടിൽ നമുക്ക് ഉള്ളത് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് വിസ്ക് ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. നമ്മളൊരു 4-5 മിനിറ്റ് ഇതുപോലെ ബീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോഴേ നമുക്ക് നന്നായിട്ട് പതഞ്ഞ് കിട്ടുള്ളൂ. ഇത് ഇപ്പോൾ 2 മിനിറ്റ് ആയപ്പോൾ നമുക്ക് ഇത്രത്തോളം കിട്ടി. ഇനി കുറച്ച് നേരം കൂടെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റോളം ഞാൻ മുട്ട ബീറ്റ് ചെയ്തെടുത്തു. അത്യാവശ്യം നല്ല ക്രീമി ആയിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ബീറ്റർ വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടെ നല്ല ക്രീമി ആയിട്ട് വരും. പക്ഷേ ഞാനിത് മിക്സിയുടെ ജാറിൽ ചെയ്ത് നോക്കി. പക്ഷെ നമുക്ക് ഈ ഒരു എഫക്റ്റിൽ മിക്സിയുടെ ജാറിൽ കിട്ടില്ല, അത് ക്രീമി ആവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഹാൻഡ് വിസ്ക് അല്ലെങ്കിൽ ബീറ്റർ യൂസ് ചെയ്യാം. ഇനി ഞാൻ ഇതിലോട്ട് 1/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്യുവാണ്. 1/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്യുക. പിന്നെ ഇതിലോട്ട് കുറച്ച് 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടെ ആഡ് ചെയ്യുവാണ്. ഈ മുട്ടയുടെ സ്മെല്ലൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. ആഡ് ചെയ്തില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല, ഇത് ഓപ്ഷണലാണ്. ഇനി വാനില എസൻസ് ഇല്ലെങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് ഏലക്കയോ എന്തെങ്കിലും യൂസ് ചെയ്യാം. ഒന്നും യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ മുട്ടയുടെ സ്മെല്ലൊക്കെ അത്ര ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്മെല്ല് നമുക്കൊന്ന് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതിനുശേഷം വീണ്ടും ഒരു 2 മിനിറ്റും കൂടി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. നമ്മൾ ബീറ്റർ യൂസ് ചെയ്താണ് ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടെ നല്ല ക്രീമി ആയിട്ട് കിട്ടും. ഇനി നമുക്ക് നമ്മുടെ സെറ്റ് ചെയ്ത് വെച്ച ആ കാരമലൈസ് സെറ്റ് ചെയ്ത് വെച്ച പാത്രത്തിലോട്ട് നമ്മുടെ ഈ ക്രീമായിട്ടുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിനൊരു ഫോയിൽ പേപ്പർ കൊണ്ട് കവർ ചെയ്യണം. ഇതുപോലൊരു ഫോയിൽ പേപ്പർ കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് പുഡിങ് കുക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതുപോലെ തട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ തട്ടിൽ നമ്മുടെ പുഡിങ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പാത്രം വെച്ച് കൊടുക്കാം. എന്നിട്ട് ആ പാത്രത്തിൽ നമ്മൾ ഫോയിൽ പേപ്പർ കൊണ്ട് കവർ ചെയ്തല്ലോ. അപ്പോൾ ആ ഫോയിൽ പേപ്പറിൽ ചെറുതായിട്ട് ഇതുപോലെ ഒരു 3-4 ഹോൾസും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്ക് നമ്മുടെ പുഡിങ് കുക്ക് ചെയ്യാം. ഒരു 15 മിനിറ്റ്സിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമ്മുടെ പുഡിങ് വെന്തിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. സൈഡിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് പോന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുഡിങ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. സൈഡിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് പോന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കാം.
ഞാനിവിടെ പുഡിങ് തണുത്തതിന് ശേഷം 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്തതാണ്. ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ മുകളിൽ ഒരു പാത്രം വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കമഴ്ത്തി എടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ പുഡിങ് അതിലോട്ട് വിട്ട് വരും. ഇതുപോലെ ഒന്നിങ്ങനെ കമഴ്ത്തി എടുത്താൽ മതി. നല്ല ഈസി ആയിട്ട് നമ്മുടെ പാത്രത്തിൽ നിന്ന് പുഡിങ് വിട്ട് വരും. നമുക്കിത് നമ്മുടെ പാത്രം എടുത്ത് നോക്കാം, നമ്മുടെ പുഡിങ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ജസ്റ്റ് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുക, എന്നിട്ട് ഇങ്ങനെ പൊക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി സ്നോ പുഡിങ് റെഡി ആയിട്ടുണ്ട്. വെറും 2 ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു പുഡിംഗ് ആണ്. നമ്മൾ ബീറ്റർ വെച്ചിട്ടാണ് ഇത് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ല ഫ്ലഫി ആയിട്ട് നമുക്ക് കിട്ടിയേനെ. ബട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ നമ്മുടെ അത്ര ഒരു ഫ്ലഫി ആവുന്നില്ലല്ലോ. നമുക്ക് ആ ടേസ്റ്റ് കിട്ടുന്ന രീതിയിൽ കിട്ടിയാൽ മതിയല്ലോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. നല്ല സോഫ്റ്റായിട്ട് കട്ടായി പോകുന്നുണ്ട്. അതുപോലെ നല്ല ടേസ്റ്റാണ്. നല്ല സ്വീറ്റ് ആയിട്ടുള്ള നമ്മുടെ സ്നോ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്കിത് എടുത്ത് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി സ്നോ പുഡിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നവരെ ടേക്ക് കെയർ. ബൈ.